ഞാൻ വല്ലാണ്ട് ക്ഷീണിച്ചു. പൊരേൻ്റെ കൂടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. ഏടാ നോക്കിയത് ഞാൻ സ്ഥിതി. എന്താ അമ്മ? കുറച്ച് വെള്ളം ചൂടാക്കി കാലിനൊന്ന് ആവി പിടിച്ച. വല്ലാത്ത കടച്ചല്. ആ അമ്മ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. 24 മണിക്കൂറിനൊരു കൊഞ്ചാനാ നേരം. അങ്ങനോട്ടാ ശരിയാവില്ലല്ലോ. എന്നോട് ആവി പിടിക്കാൻ ചൂടുള്ള വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. ഉമ്മാന്റെ കാലിന്റെ കടച്ചിൽ മാറിയാ പോരെ? നീ എന്നെ കരണ്ടടുപ്പിച്ച് കൊല്ലാനാ പരിപാടി? ഇതുമ്മന്ന് കരണ്ടൊന്നും അടിക്കൂല. എൻ്റെ ഉമ്മാമ്മ കുറേ കാലം ഉപയോഗിച്ചതാ. ഉമ്മാമ്മ മരിച്ചപ്പോ ഞാനിങ്ങ് എടുത്തതാ. ഇങ്ങനെ എന്നെ കൊല്ലാനോ? ഉമ്മാമ്മ മരിച്ചത് വയസ്സായിട്ടാ, ഇത് ഉപയോഗിച്ചിട്ടൊന്നുമല്ല. എന്താ അമ്മ, കാലിനെന്താ പറ്റിയേ? മോനെ, കാലിനൊന്ന് ആവി പിടിക്കാൻ പറഞ്ഞപ്പോ എൻ്റെ കെട്ടിയോള് എന്തോ കൊണ്ടുവന്ന് എന്നെ കാലുമ്മ ചുറ്റിക്ക്. ഷോക്കടിപ്പിച്ച് എന്നെ കൊല്ലാനാന്നാ തോന്നുന്നത്. ഞാനങ്ങ് ഒഴിഞ്ഞോക്കെ ഇവിടെ അങ്ങ് ഭരിക്കാലോ. ഇക്ക, ഞാൻ ചായ എടുക്കാം. ഓളൊരു സ്നേഹം. ഇങ്ങനെ ഒരു പെങ്കോതനായി പോയല്ലോ. അല്ല അമ്മ, നിങ്ങളോടുള്ള സ്നേഹം കണ്ടല്ലേ ഓൾ ഇതെല്ലാം നിങ്ങൾക്ക് കൊണ്ടുപോയി തരുന്നത്. ഇന്ന് വരെ ഇത് ഉപയോഗിച്ചിട്ടൊന്നും ഇന്ന് വരെ ആരും മരിച്ചിട്ടില്ല. ചെല്ലി ഓളതാ കൂട്ടാൻ വെക്കുന്നത്. അമ്മ, നിങ്ങൾ ചായ കുടിച്ചോ? ഞാൻ കുടിച്ചാലെന്താ, കുടിച്ചിട്ടില്ലേ എന്താ? അമ്മ ഒരുമിച്ച് കുടിക്കാം. കാലം വന്ന് ഞാനിത് ഊരി തരാം. ഇങ്ങനെ ഊരണ്ട. ഷോക്കടിച്ച് മരിക്കാതെ ഞാൻ തന്നെ മരിച്ചോട്ടെ. എന്നാ ഞാൻ ചായ കുടിക്കാം. ഇത് കെട്ടിയത് കൊണ്ട് കാലിന് നല്ല സുഖമൊക്കെ ഉണ്ട്. എന്നാലും ഓള് കഷ്ടപ്പെട്ട് ചൂടുവെള്ളത്തിൽ ആയി പിടിച്ചിരുന്ന അസുഖം ഇത്തിരി കിട്ടിയല്ല. അമ്മ ചായ കുടിച്ചിരുന്നടി? ഉമ്മ ഇപ്പം അങ്ങ് വന്നിക്കേയുള്ളൂ, അപ്പുറത്തെ സൈനത്താൻ്റെ വീട്ടിൽ നിന്ന്. എന്നാ എനിക്ക് ഉമ്മാക്ക് ചായ കൊടുത്തുവിടേനോ? ഉമ്മ ആടെ ഉള്ളപ്പോൾ അടുത്ത സമീർ എന്നെ വിളിച്ചിനു. അവിടെ ആരോ ഒരു ചക്ക കൊടുത്തിനും പോലും. പകുതി മുക്കാലും ഉമ്മയാണോ അല്ലേ തിന്ന്. എന്നിട്ടോ ഞാനൊരു സാധനം തിന്നാൻ കൊടുക്കില്ല എന്നുള്ള കുറ്റം എനിക്കും. എൻ്റെ ആങ്ങളമാരും കെട്ടിക്കൊണ്ടോ നിൽക്കും 3 എണ്ണത്തിനാ. എൻ്റെ ഉമ്മ ഇങ്ങനെ ചെയ്യും, നിങ്ങൾ കണ്ടുക്കോ? എല്ലാം ശരിയാവടി, നീ ഒന്ന് ക്ഷമിക്കേ. 2 days later. ആരാ? ജമാൽഖാന്റെ വീടല്ലേ ഇത്? അങ്ങളാരേനു? ഇവിടെ CCTV ഫിറ്റാക്കണം എന്ന് പറഞ്ഞിരുന്നു, അതിനുവേണ്ടി വന്നതാ. അതെന്താ സാധന? അമ്മ, CCTV എന്ന് പറയുന്ന ഒരു ക്യാമറയാണ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ലോകത്തിരുന്ന് എവിടെ വേണമെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അന്നേരം നമ്മൾ പറയുന്നതും കേൾക്കുവോ? പിന്നെന്താ, നമ്മൾ അടുത്ത് നിന്ന് പറയുന്നത് പോലെ കേൾക്കാം. എന്റെ പഠിച്ചോനെ, കുടുങ്ങിയോ? അല്ല മോനെ, ഇത് 24 മണിക്കൂറും കാണുമോ? ആ കാണും അമ്മ. നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു നോക്കിയാലല്ലേ കാണൂ, ഒരു ഉറങ്ങുകയാണെ കാണൂലോ. അവരുറങ്ങിയാലും 1 മാസം മുമ്പുള്ള കാര്യങ്ങൾ വരെ ഇതിൽ റെക്കോർഡാവും. അവരെപ്പോൾ മൊബൈൽ എടുത്ത് നോക്കിയാലും അവർക്കെല്ലാം കാണാൻ കഴിയും. എന്റെ പഠിച്ചോനെ. അല്ല മോനെ, ഇത് കറണ്ട് പോയാൽ എന്താവും? ഇല്ലമ്മ, കറണ്ട് പോയാൽ ഇത് റെക്കോർഡ് ആവില്ല കേട്ടോ. സമാധാനം. എന്തായി, നിങ്ങൾ ടിക്കറ്റ് എടുത്തോ? 24-ാം തീയതിയൊക്കെ ടിക്കറ്റ് എടുത്ത്. എനിക്ക് ആവൂല ഇങ്ങനെ ആട്ടും തുപ്പും കേട്ട് ഇവിടെ നിൽക്കാൻ. എന്ത് ചെയ്ത് കൊടുത്താലും കുറ്റ. ഒന്നിന് 10 ആക്കി പറയും. ഇപ്പം പറഞ്ഞ് നടക്കുന്നത് കല്യാണം കഴിഞ്ഞ് 2 കൊല്ലമായില്ലേ, ഓള് പ്രസവിക്കൂല മച്ചിയാന്നൊക്കെയാ. നീ ഒന്ന് സമാധാനപ്പെട്.
ഞാൻ എങ്ങനെ സമാധാനപ്പെടാനാ നിങ്ങൾ പറയുന്നത്? കല്യാണം കഴിഞ്ഞ് നിങ്ങൾ പോയിട്ട് ഒരു വർഷം കഴിഞ്ഞ് വരാൻ നോക്കുമ്പോൾ നിങ്ങളെ ഉമ്മ എന്താ പറഞ്ഞത്? ഇപ്പം വരണ്ട, അപ്പം നിങ്ങളെ കെട്ടിച്ച കടം തീർന്നിട്ട് വന്നാൽ മതിയെന്ന്. ഇപ്പം നിങ്ങൾ വന്നിട്ട് ഒരു മാസമായിക്കാളൂ, ഇതാ മറ്റന്നാളേക്ക് നിങ്ങൾ പിന്നെയും പോവുക. എന്നിട്ട് എന്താ തള്ള പറയുന്നത്? ഞാൻ മച്ചയാണ് പോലും. ഞാൻ ഇറങ്ങട്ടെ. മോൻ പോയിട്ട് വാ. മോന് നല്ലോണം പണി ഉണ്ടാകാൻ വേണ്ടി ഞാൻ പഠിച്ചവനാണ് 5 നേരം ദുആ ചെയ്യും. നല്ലോണം പണി ഉണ്ടായിരുന്നു ഉമ്മ, നിങ്ങൾ ദ്വാരക്കണ്ടതാ. ഞാൻ ഹോട്ടലിൽ പ്ലേറ്റ് കഴുകാനാണ് പോകുന്നത്. മര്യാദയ്ക്ക് ശമ്പളം കിട്ടാൻ ദ്വാരുന്നാൽ മതി. അത് മതി കണ്ണോണ്ട് കോഷ്ടി അടിച്ച വിമാനം അങ്ങ് പോവും. പിന്നെ ഇനി ആരേലും വരുന്നുണ്ടേല് ഒരു തോണ്ടുന്ന ഫോൺ കൊടുത്തുടനെ വയലിൽ വെക്കാനാ. ഉമ്മ CCTVൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ. നോക്കാം. അസ്സലാമു അലൈക്കും. ഓനങ്ങ് ഇറങ്ങിയില്ല, ഇപ്പോഴേക്കും തുടങ്ങിയോളൂ സുഖവാസം. ഉമ്മ, ഓ ചായ എടുത്ത് വെച്ചിക്ക് വാ കുടിക്കാലോ. എന്തിനാമ്മ ഞാൻ ഇത്രക്കാരുണ്ടാക്കി വെച്ചത്? എണീക്കുമ്മ. ഉമ്മ, പണിയെല്ലാം കഴിഞ്ഞോ? പണിയൊന്നുമില്ലേനോ? മോനെ അന്റെ ഓളെ എനിക്കൊരു പച്ച എന്താന്നിക്കില്ല. അതെന്താ ഓളന് തന്നാലെനിക്ക് തിന്നാനാവൂ. അല്ലമ്മ, ഇത്രയും നേരം ഓളല്ല ഇങ്ങളെ വന്നിട്ട് വിളിച്ച നിങ്ങളെ നേരം പറഞ്ഞ എനിക്കൊന്നും വേണ്ടാന്നല്ലേ? അതെല്ലാം ഇനി കേട്ടിക്കോ. 24 മണിക്കൂർ അടക്ക നല്ല വിവരവും ഞാൻ കാണുന്നുണ്ട്. നീ കക്കൂസിലൊന്നും ക്യാമറ വെച്ചിട്ടില്ലാലോ, അതല്ലല്ലോ ഭാഗ്യം. അതുകൊണ്ട് വല്ല ഇടങ്ങാറായല്ലോ. അമ്മ പോയി. CCTV വെച്ചതിന് ശേഷം ഉമ്മ ആകെ കുടുങ്ങിക്കിടക്കുക. ഉമ്മ എന്നോടൊന്നും സംസാരിക്കലില്ല. കാര്യമില്ലടി, ഉമ്മ ആളൊരു പാവ. ഞങ്ങളെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയത്. അതിലേറ്റവും കൂടുതൽ ഇഷ്ടം എന്നേനും. ഇനി വന്നപ്പോ ഉമ്മാനോടുള്ള എന്റെ സ്നേഹം കുറഞ്ഞു പോകുന്നുള്ള ഉമ്മാക്കുള്ള പേടിയാ. അതാണ്. വിഷമിക്കണ്ടക്ക, എല്ലാം ശരിയാവും. ഉമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. നിങ്ങളിപ്പെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ. അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞേ? അല്ല, ക്യാമറ വെക്കുന്നതിന് മുന്നേ ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കലില്ലായിരുന്നല്ലോ. ഇതിപ്പൊന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയല്ലോ. ഇവളിങ്ങനെ വിട്ടാൽ ശരിയാവൂല. ഞാൻ പറയുന്നതൊന്നും ആ പൊട്ടൻ വിശ്വസിക്കുന്നില്ല. ഒന്ന് വിശ്വാസം ആ ക്യാമറ തന്നെയാണ്. ഒറ്റ ഉമ്മാനൊന്നും വിശ്വാസമില്ല. ഈ ക്യാമറ കണ്ടുപിടിച്ചത് ആരാണേലും ഓൻ ഇടുത്തി മേടിച്ചാവും. കറണ്ട് പോയോ? ഇല്ലുമ്മ, കറണ്ട് പോയാൽ ഇത് റെക്കോർഡ് ആവില്ല കേട്ടോ. ഇന്ന് ഞാനുള്ളൊരു പാഠം പഠിപ്പിക്കും. കുറെ ദിവസമായല്ലോ അടക്കി പിടിച്ച് ജീവിക്കുന്നു. സമയം 1 മണിയായി. ഇതൊരു ചോറായിക്കില്ലേ? ചോറുപ്പാവുമ്മ, കറിക്കൊന്ന് തേങ്ങ അരച്ചാ മതി. അതിന് അനക്കടിയ ചോറും കറിയും വെക്കാൻ നേരം 24 മണിക്കൂറാ ഫോൺ തോണ്ടിക്കല്ലേ. തുടങ്ങിയ ചിണുങ്ങല് 8 മട്ടും തിരിയാത്തന്നെ മോനെ കൈവശം കൊടുത്തിട്ട്. മോളെ ചോറായെന്ന് വിളിക്കണേ. വന്ന് കിടക്കട്ടെ, തിരക്കൊന്നുമില്ല, മെല്ലെ ആക്കിയാ മതി. A few moments later.
റസിയ പഠിച്ചവൻ ഉമ്മയല്ല വിളിച്ചത്, അത് മോളേന്ന്. ഇതെന്തൊരു അത്ഭുതം. ഉമ്മ നിങ്ങൾ എന്നെ വിളിച്ചിനോ? മോളെ ഇനി ഒന്ന് ഇങ്ങോട്ട് വാ. എന്താ അമ്മ? ആരടിൻ്റെ ഉമ്മ? ഇഞ്ഞും ഇന്റെ വീട്ടുകാരും കൂടി എട്ടും പൊട്ടും തിരിയാത്ത എന്റെ മോനെ കൊണ്ട് എന്റെ വായി ഇഞ്ഞി മൂടി കെട്ടിയിരടി. ഞാൻ എന്ത് ചെയ്ത് അമ്മ നിങ്ങൾ പറയുന്നത്? ഇനി പറഞ്ഞില്ലടി ക്യാമറ ഫിറ്റ് ചെയ്തേ. ഞാൻ പറഞ്ഞിട്ടോ? അതേടി നീ പറഞ്ഞിട്ട് എന്നെയാണ് ഫിറ്റ് ചെയ്തത്. അങ്ങനെയാണെ അങ്ങനെ തന്നെ, ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് ഫിറ്റ് ചെയ്തത്. നിങ്ങളെ തനി കോണോ നിങ്ങളെ മോനും അറിയണല്ലോ. എന്തിനാടി നീ പറഞ്ഞത്? എന്റെ തനി കോണോ? എന്തിനാടി എന്റെ തനി കോണോ പറ. അത് നാട്ടുകാർക്ക് നല്ലോണം അറിയാം, എന്നെ കൊണ്ട് അത് പറയിപ്പിക്കണോ? എന്തിനാടി എന്നെ കുറിച്ച് നാട്ടുകാർക്ക് അറിയുന്നത്? അനാവശ്യമാണല്ലോ. കീരിക്കാട് അമ്മേൻ്റെ മോളാണ് ഞാൻ, അറിയോ? പോട്ടെ പോട്ടെ എന്ന് വെക്കുമ്പോൾ ചൊറിയാൻ വന്നാലുണ്ടല്ലോ. പണ്ടത്തെ കാലത്തെ മരുമക്കളോടുള്ള അമ്മായി അമ്മ പോരെ എന്നോട് കാണിക്കാൻ വന്നാലുണ്ടല്ലോ, അനസ്തേഷ്യ തന്ന് മാറ്റി കിടത്തു ഞാൻ. മനസ്സിലായ അമ്മായിയമ്മേ? ഇന്ന് മുതൽ ഞാൻ നിങ്ങൾക്കൊരു മരുമകളല്ല, മകളാണ്. പക്ഷെ നിങ്ങൾ അമ്മായി അമ്മ എന്ന റോള് മാറ്റിപ്പിടിച്ച് ഒരു ഉമ്മയായാൽ മാത്രം മതി. ബാ. പിന്നെ ഇത് പുറത്താരും അറിയണ്ട. അറിഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. അപ്പം നിങ്ങൾക്ക് നല്ല ചൂടുവെള്ളം ആക്കിയിട്ട് ഞാൻ കാലിന് ആവി പിടിച്ചു തരാം കേട്ടോ. അമ്മ ക്യാമറയിലേക്ക് നോക്കിയിട്ട് ഒരു ഹായ് പറ. ഹായ് മോനെ, എന്റെ മുത്താണ്.